ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? കുറച്ച് നാളായി നെല്ലിക്ക അച്ചാറിടണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഞാൻ നെല്ലിക്ക അച്ചാർ അങ്ങനെ സാധാരണ ഇടാറില്ല, വല്ലപ്പോഴും ഇട്ടെങ്കിലായി. സാധാരണ മാങ്ങയും നാരങ്ങയും ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നെല്ലിക്ക അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1 കിലോ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട്, അത് അച്ചാറാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അച്ചാറിന് വേണ്ടി, നെല്ലിക്ക അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ നെല്ലിക്കയാണ്. അപ്പോൾ അത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് അത് കുരുവൊക്കെ കളഞ്ഞ് അടർത്തി ആ ഓരോ ചുളയുമായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്ത സംഭവമാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1.5 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറുജീരകം, ഇത് ചെറുജീരകപ്പൊടിയാണ്, ഇതിവിടെ തന്നെ ചൂടാക്കി പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളായിട്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത്തിരി ലാസ്റ്റ് നമ്മൾ ഇത്തിരി കായപ്പൊടി കൂടി ഇടും. കൂടാതെ ഒരു വലിയ കഷ്ണം ഇഞ്ചി സ്ലൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 തുടം വെളുത്തുള്ളി, ഇതുപോലെ വലിയ വെളുത്തുള്ളിയൊക്കെ അല്ലിയൊക്കെ ഞാനൊന്ന് 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം കാന്താരി മുളകാണ്, പച്ചക്കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. മുളകിന് വേണ്ടി അതാണ്. അപ്പോൾ ഈ നമ്മുടെ നെല്ലിക്കയും വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം, ആ രീതിയിലാണ് നമ്മൾ ഇടുന്നത്. ഗ്രേവിയാക്കിയല്ല ഇടുന്നത്. സാധാരണ ഞാൻ അച്ചാർ ഇടുന്നത് ഇതെല്ലാം അരച്ചിട്ട് അരപ്പ് വാട്ടിയാണ് ഇടുന്നത്. ഇവിടെ ഞാൻ അതെല്ലാം സെപ്പറേറ്റ് ആയിടുന്നത്. അപ്പോൾ നെല്ലിക്കയുടെ കൂടെ അതുകൂടി കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയാക്കുന്നത് നമ്മുടെ ഈ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലെണ്ണയിലാണ് ഇത് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഒരു 100 ഗ്രാം നല്ലെണ്ണയാണ്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കടുക് പരിപ്പാണ് കേട്ടോ ഇടുന്നത്, കടുകല്ല കടുക് പരിപ്പാണ് ഇടുന്നത്. അപ്പോൾ അല്പം കടുക് പരിപ്പിട്ട് കൊടുക്കാം. ഒപ്പം ഒരു അല്പം ഉലുവ ഇടാം. ഉലുവാപ്പൊടി ഇടുന്നുണ്ട്, അത് കാരണം അല്പം ഇടുന്നുള്ളൂ. ഉലുവ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടാലും മതി. എനിക്കിവിടെ കാന്താരി മുളക് ഫ്രഷ് കിട്ടി, അതുകൊണ്ടാണ് കാന്താരി മുളക് ഇട്ടത്. നമുക്കിതിലേക്ക് എടുത്തിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി. ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ മുങ്ങത്തക്ക രീതിയിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം കായപ്പൊടി ഇട്ട് തീ ഓഫാക്കാം. ഓക്കെ. അപ്പം നമ്മുടെ നെല്ലിക്കാച്ചാർ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ നീണ്ട് നിൽക്കുമെങ്കിലും നമ്മൾ നാളെയാണ് ഇത് പാക്ക് ചെയ്യണത്, കുപ്പിയിലാക്കണത്. അപ്പോഴേക്കും ഇത് ഡ്രൈ ആവും കേട്ടോ. ഇതൊക്കെ വിനാഗിരിയിലൊക്കെ ഒന്ന് ഈ സംഭവം കുതിർന്ന് റെഡി ആയി കഴിയുമ്പോഴേക്കും ഇത് ഡ്രൈ ആവും. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.